ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सागररघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सागरललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी शबानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमो नमः। ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. അപ്പോ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 12-ാമത്തെ അധ്യായം 15-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മളിന്ന് വായിക്കുന്നത്. ഹരേ കൃഷ്ണ. टेक्स्ट 15 यस्मान्नोद्विचते लोको लोकान्नोद्विचते च यां हर्षामर्षभयोद्वेगे मुक्तो यास च मे प्रियः. यस्मान्नोद्विचते लोको लोकान्नोद्विचते च यां हर्षामर्षभयोद्वेगे मुक्तो यास च मे प्रियः. रूपेश्वरी माताजी and प्रभु. हरे कृष्ण प्रभु जी. यस्मान्नोद्विचते लोको लोकोऽन्योद्विचते च यां हर्षामर्षभयोद्वेगैर्मुक्तो यासा च मे प्रियः. हरे कृष्ण प्रभु धन्यवाद प्रणाम. यस्मान्नोद्विचते लोको लोकान्नोद्विचते च या हर्षामर्षा भयोद्वेगैर् मुक्तो यासा च मे प्रियः. हरे कृष्ण प्रभु. जैसे माता जी. हरे कृष्णा. यस्मान्नोद्विचते लोको लोकान्नोद्विचते च या हर्षामर्षाभयोद्वेगैर्मुक्तो यासा च मे प्रियः. पार्वती माता जी. यस्मान्नोद्विचते लोको लोकान्नोद्विचते च या हर्षामर्षाभयोद्वेगैर्मुक्तो यासा च मे प्रियः. अर्चना माता जी. हरे कृष्ण. यस्मान्नोद्विचते लोको लोकान्नोद्विचते च या हर्षामर्षभयोद्वेगैर्मुक्तो यास च मे प्रिया. Okay. And Rupeshri Mataji's translation. ആരാലാണോ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത്, ആരാണോ ഏതൊരുവനാലും അസ്വസ്ഥനായി തീരാത്തത്, സുഖദുഃഖങ്ങളിലും ഭയോത്കണ്ഠകളിലും സമചിത്തനായിരിക്കുന്നവൻ ആരാണോ, അങ്ങനെയുള്ള എന്റെ ഭക്തൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ആരാണ് പ്രിയപ്പെട്ടവൻ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആരാണ് ഏറ്റവും പ്രിയപ്പെട്ടവൻ? ഇതിന്റെ മുമ്പത്തെ 2 ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ചു. എന്താണ് പറയുന്നത്? സമസത്രോച്ച വിത്രേച്ച അല്ലേ? അതല്ലേ? യെസ്. അല്ല, സോറി. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ യവച നിർമ്മമോ നിരഹങ്കാരഃ സമാധുഃഖ സുഖാക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢ നിശ്ചയ മയാർപ്പിത മനോബുദ്ധി യോമത് ഭക്താസമി പ്രിയ. ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഈ ക്വാളിറ്റീസ് എല്ലാം ഭക്തന്മാർക്ക് എനിക്ക് പ്രിയപ്പെട്ടവന്. അപ്പം അത് വീണ്ടും 2-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും കൂടുതൽ ക്വാളിറ്റീസ് പറയാണ്. ആരാണ്
ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത് ഈ ശ്ലോകത്തില്? ഹി ബൈ ഹൂം നോ വൺ ഈസ് പുട്ട് ഇൻ ടു ഡിഫിക്കൽട്ടി. അപ്പൊ ഏതൊരു വ്യക്തിക്കും അവർ വിചാരിച്ചാൽ നമ്മളെ ദുഃഖിതരാക്കാൻ സാധിക്കാൻ പാടില്ല. നമ്മള് മറ്റുള്ളവരുടെ നമ്മൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെ പറഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും. നമ്മൾ ജീവിക്കുന്ന മുഴുവൻ അങ്ങനെയാണ് അല്ലേ? നമുക്ക് വേണ്ടിയിട്ടില്ല, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. അതുകൊണ്ട് നമ്മൾ പല കോംപ്രമൈസിലെത്തും. ഇവിടെ എന്താ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നരുത്. അവരെന്ത് വിചാരിക്കും, ഇവർ വിചാരിക്കും. ഹി ബൈ ഹൂം നോ വൺ ഈസ് പുട്ട് ഇൻ ടു ഡിഫിക്കൽട്ടി. അവർ കാരണമാണ് ഈ ബുദ്ധിമുട്ട് വന്നത്, ഈ ദുഃഖം വന്നത്. അങ്ങനത്തെ ഒരു ചിന്താഗതി നമുക്ക് പാടില്ല. ആൻഡ് ഹു ഇസ് നോട്ട് ഡിസ്റ്റർബ് ബൈ എനിവൺ. ആരാലും നമ്മൾ ദുഃഖിക്കാനോ ബുദ്ധിമുട്ടാനോ പാടില്ല. കാരണം നമ്മളെല്ലാം ഇൻഡിവിജ്വൽ സോളാണ്. നമ്മൾ അനുഭവിക്കുന്നതല്ല നമ്മളുടെ സ്വന്തം കർമ്മമാണ്. മറ്റുള്ളൊരു നിമിത്തം മാത്രമാവുന്നു, ഇൻസ്ട്രുമെന്റ് ആവുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ അനുഭവിക്കുന്നത് നല്ലതിലും ചീത്തയിലും ശരി ഞാൻ ചെയ്ത കർമ്മഫല. പക്ഷെ അതിന് ഒരു മീഡിയേഷൻ, ഒരു ഇൻസ്ട്രുമെന്റ്, അതിന് ഒരു മീഡിയമായിട്ട് മറ്റുള്ളവരായി തീരുന്നു മാത്രമേ ഉള്ളൂ. അവരല്ല അതിന്റെ കാരണക്കാരൻ, ഞാൻ അതിന്റെ കാരണക്കാരൻ. അപ്പൊ അതുകൊണ്ട് ഒരാളെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പാടില്ല. ഇന്നയാള് കാരണമാണ് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത്, ഇന്നയാള് കാരണമാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്, എൻ്റെ ധനം നഷ്ടപ്പെട്ടു, എൻ്റെ പേര് പോയി, എന്നൊക്കെ ഇന്നയാള് കാരണം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇന്നലെ സുഖത്തിലും ദുഃഖത്തിലും ന്യൂട്രാലിറ്റി, ഈക്വിപ്പോയിസ്റ്റ് ആവാൻ സാധിക്കും. അവർക്ക് എന്തായി ദുഃഖം ഉണ്ടാവില്ല, അവർക്ക് ആങ്സൈറ്റി ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഒരാളും നമ്മൾ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഫിംഗർ പോയിന്റ് ചെയ്യും, ഹി ഷീ, അതാണ് കാരണം, അയാളാണ് കാരണം, ഈ സാഹചര്യം കാരണം. നമ്മളെ മിക്കവാറും എന്താ ചെയ്യുക, നമ്മളെ സാഹചര്യത്തിനെ, നമ്മളുടെ സിറ്റുവേഷനെ നമ്മൾ ഓൾട്ടർ ചെയ്യാൻ ശ്രമിക്കും, അതിന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. അതല്ലാതെ ചെയ്യണം. നമ്മൾ ആ സിറ്റുവേഷനായിട്ട് ഇറങ്ങിച്ചേരാണ് നോക്കേണ്ടത്. അക്സെപ്റ്റ് ചെയ്യാൻ, ഇറങ്ങിച്ചേരാൻ പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ. ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ ലൈക്ക് ദാറ്റ്. എനിക്ക് ചേഞ്ച് ചെയ്യണം, നമ്മുടെ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പ്രകൃതി നമ്മളെക്കാട്ടിലും കൂടുതൽ സ്ട്രോങ് ആണ്, ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജിയാണ്. അതിനെ നമ്മളുടെ ആവശ്യമനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്യാനോ നമ്മളുടെ ആവശ്യമനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അത് വേണ്ടുന്ന പോലെ കൊണ്ടുവരാനും പറ്റില്ല, പ്രകൃതിയെ കൊണ്ടുവരാൻ പറ്റില്ല. നേരെ മറിച്ച് ഇപ്പോൾ ചൂടുകാലമാണ്, ചൂടുകാലത്ത് നമുക്ക് AC ഉപയോഗിക്കാം, ഫാൻ ഉപയോഗിക്കാം, ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലും ഉപരിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചൂടിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. വി ഹാവ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ്. ആ ഒരു സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കണം. നമ്മളെന്തായാലും എല്ലാവരും നമ്മൾ ആ സാഹചര്യത്തിന് ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ മറ്റുള്ള സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ, എന്തായാലും അതൊന്നും അവരുടെ ഒരു കാര്യങ്ങളും നമ്മളെ ബാധിക്കാൻ പാടില്ല. വി ഷുഡ് നോട്ട് ബി ഡിസ്റ്റർബ് ബൈ എനിവൺ. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മാത്രമേ ഈക്വിപ്പോയിസ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ട് നിൽക്കാൻ പറ്റൂ. അവർക്ക് മാത്രമാണ് ആങ്സൈറ്റി നിന്നും ഭയത്തു നിന്നും ശോക മോഹ ഭയാപഹ എന്ന് പറയുന്നില്ല. അതേപോലെ അവർക്ക് ശോകം ഉണ്ടാവില്ല, മോഹം ഉണ്ടായിരിക്കില്ല, ഭയം ഉണ്ടായിരിക്കില്ല. ദിസ് ഈസ് ഇറ്റ്. കാരണം ഇതെല്ലാം ഞാൻ ചെയ്തതിൻ്റെ കർമ്മപരമാണ് ഞാൻ അനുഭവിക്കുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ എത്രത്തോളം അതിനെ നിരാകരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം അത് സ്പീഡ് കൂടിയിട്ട്, ഫോഴ്സ് കൂടിയിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യും പിന്നീട്. അപ്പൊ നല്ല മഴക്കാലത്ത് ഫോഴ്സായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പൊ ഈ വെള്ളത്തിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് അതിൽ മണ്ണും ചളിയും എല്ലാം വരുന്നുണ്ട്. വെള്ളത്തിനെ നമ്മൾ ബണ്ട് ഉണ്ടാക്കിയിട്ട് തടഞ്ഞു നിർത്തും. അങ്ങനെ വെള്ളം അവിടെ നിൽക്കും. അപ്പോൾ ആ ബണ്ടിനെ കൊണ്ട് തുറന്നു വിട്ടാൽ ആ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ഫോഴ്സ്ഫുള്ളി വരും. അതേപോലെ നമ്മുടെ കർമ്മത്തിനെ നമ്മൾ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാൽ താൽക്കാലികമായിട്ട് നിൽക്കും. പക്ഷെ പിന്നെ വരുന്ന ആ കർമ്മഫലം ഉണ്ടല്ലോ, അത് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വരുന്ന കർമ്മം അത് അനുഭവിച്ച് തീർക്കാൻ നല്ല. അതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ശക്തിയോട് ആഞ്ഞടിക്കും. അപ്പോൾ നമുക്ക് അത് ബെയർ ചെയ്യാനുള്ള, സഹിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മഫലങ്ങളും അത് വരുന്ന വഴി വന്നോട്ടെ, അക്സെപ്റ്റ് ചെയ്യുക.
നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. പക്ഷെ അതിലും കൂടുതലായിട്ട് ഓവർ എൻഡേവർ ചെയ്തിട്ട് അതിന് എന്തെല്ലാം കുറുക്ക് വഴി ഉപയോഗിച്ചിട്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ശക്തിയോടുകൂടി ആഞ്ഞടിക്കും പിന്നീട്. അപ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കും വരിക. ദ ബ്ലോ വിൽ ബി വെരി വെരി സിവിയർ. അപ്പോൾ നമുക്ക് അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഭയവും ആങ്സൈറ്റിയും ഇല്ലാതിരിക്കൂ. ആ ഒരു ആങ്സൈറ്റിയും ഭയമില്ലെങ്കിൽ നമുക്ക് എന്താണ് ഭഗവാന്റെ വളരെ അടുത്ത ഡിയറായിട്ട് ഒരു ഉത്തമ ഭക്തനായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. വെരി ഡിയർ ടു മീ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ അലട്ടുന്നത് ഓക്കെ, ദർ ആർ 5 പിഞ്ചിങ് ഏജൻസ്. ഞാനൊരു മറ്റേ പ്രഭുവിൻ്റെ ക്ലാസ്സിൽ കേട്ടാണ് 5 പിഞ്ചിങ് ഏജൻസ്. എന്താണത് അറിയോ? all starting with P. First is പൊസിഷൻ. എന്താണ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പദവി. നമുക്ക് നല്ല പദവി ഉണ്ടെങ്കിൽ, ഒരു മിനിറ്റ്, ആദ്യം പെന്നി. ഓൾ സ്റ്റാർട്ടിങ് വിത്ത് പി. പെന്നി മീൻസ് പണം. പണം നമ്മളിൽ കൂടുതൽ വന്നാൽ, സമ്പത്ത് കൂടുതൽ വന്നാൽ നമുക്ക് അഹങ്കാരം കൂടും. നമുക്കത് എന്താണ് ചെയ്യേണ്ടത് അറിയില്ല. അപ്പോൾ നമ്മളുടെ അധീനത്തിൽ എല്ലാവരെയും കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഈ ഭക്തിയുത സേവനത്തിന് വിപരീതമായിട്ട് നിൽക്കും. ഒരു ഫേവറബിൾ ആയിരിക്കില്ല. പെന്നി ധനം നമ്മളെ, അതാണ് കുന്തി മഹാറാണി പറയുന്നത്, ജന്മൈശ്വര്യ ശ്രുത ശ്രീഭ്യർ. ശ്രീ ഐശ്വര്യം, ജന്മ, ശ്രുത, ഇതെല്ലാം ശരിക്കും വിനിയോഗിച്ചില്ലെങ്കിൽ അത് നമുക്ക് എന്തായി മാറും? ഒരു ഒബ്സ്റ്റാക്കിളായിട്ട് മാറും നമ്മുടെ ഭക്തിയുത സേവനത്തിന്. പെന്നി ധനം നമുക്ക് ഒരു വിനയാവാൻ പാടില്ല. അത് പിഞ്ച് ചെയ്യും നമ്മളെ. അതാണ് പിഞ്ചിങ് ഏജൻസ് പറയുന്നത്. പെന്നി. അത് കഴിഞ്ഞാൽ പൊസിഷൻ. എന്താണ് നമ്മുടെ പദവി? ഞാനൊരു ചീഫ് മിനിസ്റ്ററാണ്, ഞാനൊരു പ്രൈം മിനിസ്റ്ററാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എൻജിനീയറാണ്, ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ്, ആക്ടറാണ്, സ്പോർട്സ്മാൻ ആണ്, നല്ല പേരും പ്രശസ്തിയുണ്ട് അല്ലെ. ഈ പൊസിഷൻ നമ്മുടെ തലക്കനം കൂട്ടും. എനിക്ക് ആൾബലമുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്. അപ്പോൾ അങ്ങനെ ആ പൊസിഷൻ നമ്മളെ അഹങ്കാരികളാക്കും. അത് നമ്മുടെ ഭക്തി സേവനത്തിന് എന്താവും? ഒരു നല്ലൊരു ഭക്തനായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പൊസിഷൻ നമ്മളെ പിൻ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. പിന്നെന്താണ്? പൊസഷൻസ്. നമ്മളുടെ സ്വത്ത്, നല്ല വീട്, കാറ്, ബംഗ്ലാവ്, എസ്റ്റേറ്റ് ഇല്ലേ, ഇതൊക്കെ നമ്മളുടെ എന്തായി? അതും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. മറ്റുള്ളവർക്കില്ലാത്ത ആ നല്ല നല്ല അമ്യൂണിറ്റീസും ഫെസിലിറ്റീസൊക്കെ നമുക്ക് എന്താണ്? അത് നമ്മളുടെ തലകണം കൂട്ടും. പിന്നെയാണ് പീപ്പിൾ, ഫോളോവേഴ്സ്. ഈ ഫാൻ ക്ലബ്ബ്, ആ ഫാൻ ക്ലബ്ബ്, ഇപ്പം എല്ലാ ഫിലിം സ്റ്റാർസിനും സ്പോർട്സ് സ്റ്റാർസിനും ഒക്കെ ഫോളോവേഴ്സ് ഉണ്ട്, ഫാൻസ് അല്ലേ. അതേപോലെ നമുക്ക് നെയിം ആൻഡ് ഫെയിം, പേരും പ്രശസ്തിയും വരുമ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും, ആൾബലം. ഓക്കെ, അതും നമ്മളെ എന്താണ്? അഹങ്കാരികളാക്കും. പിന്നെന്താണ്? പ്ലഷസ്. പ്ലഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ. ഈ 5 ഇന്ദ്രിയങ്ങളും തരുന്ന ആ സന്തോഷം. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ ആനന്ദം, സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അല്ലേ. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ. അപ്പൊ ഇതെല്ലാം ഇന്ദ്രിയങ്ങളുടെ നമ്മളെ ഭോഗം ചെയ്യുമ്പോൾ നമുക്കത് സന്തോഷം തരുന്നു, പ്ലഷർ. അപ്പൊ ഇതിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം പിഞ്ചിങ് ഏജൻസ് ആണ്. അപ്പൊ ഇതിനെ വേണ്ട വിധത്തിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് പൈസ, പൊസിഷൻ, പൊസഷൻ, പീപ്പിൾ ആൻഡ് പ്ലഷേഴ്സ്, ഇത് 5 നമ്മൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്തായി? നമുക്ക് നല്ലൊരു ഭക്തനാവാൻ പറ്റില്ല, ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റില്ല. ഭൗതിക ലോകത്തിലുള്ള ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടി നമ്മൾ പിന്നാലെ പറക്കുമ്പായി. അത് ടെമ്പററി ആണ്. അത് അധികാലം നമ്മുടെ കൂടെ വരില്ല. ആൾക്കാർ നമ്മുടെ കൂടെ വരില്ല. ധനം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കില്ല. പൊസിഷൻ നമുക്ക് ഉണ്ടാവില്ല അല്ലേ. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം എപ്പോഴും
ഇൻടാക്റ്റ് ആവില്ല. അതിനുള്ള ഇന്ദ്രിയങ്ങൾക്ക് ഒരു ടൈം പീരീഡ് ഉണ്ട് ഇല്ലേ? നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും 5 ഇന്ദ്രിയങ്ങളും എല്ലാ സമയത്തും നമുക്ക് സന്തോഷം തരില്ല. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വയസ്സാവും, നമ്മളുടെ എല്ലാ ഫാക്കൽറ്റീസും ഇൻവാലിഡ് ആവും, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഭൗതിക തലത്തിലൊന്നും. അപ്പോൾ നമ്മളാകെ കൊളാപ്സ് ആവും. അപ്പോൾ ഇതൊന്നും നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഉണ്ടാവില്ല. എപ്പോഴും ഇത് ടെമ്പററി ആണെന്നുള്ള ആ ചിന്ത നമുക്ക് വേണം. നമുക്ക് എപ്പോഴും ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല പൊസിഷനിൽ. അതായത് നമ്മൾ പദവിയിൽ ഉള്ളിടത്തോളം കാലം, നമുക്ക് അധികാരം ഉള്ളിടത്തോളം കാലം നമുക്ക് ആൾക്കാർ പറഞ്ഞു കേൾക്കും. നമ്മുടെ ധനം പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഐശ്വര്യം പോയി കഴിഞ്ഞാൽ, നമ്മുടെ ബ്യൂട്ടി സൗന്ദര്യം പോയി കഴിഞ്ഞാൽ, നമ്മുടെ നോളജ് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല കൂടെ. പിന്നെ നമ്മൾ ഒറ്റയ്ക്കായി. അപ്പോൾ ആർഭാടമായിട്ട് ജീവിച്ച ഒരു വ്യക്തിക്ക് ഒരാളും ഒന്നും കൂടെ ഇല്ലെങ്കിൽ അവർ ലോൺലി ആയി. അപ്പോൾ ഡിപ്രഷൻ വരും. അങ്ങനെ എത്രയോ ആൾക്കാർ സൂയിസൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതൊന്നും നമ്മൾ പിൻ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഭഗവാന്റെ സേവനത്തിൽ. യെസ്, ഭഗവാൻ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഇതെല്ലാം തന്നിരിക്കുന്നു. അത് നല്ല രീതിയിൽ മാനവരാശിക്ക് ഗുണം വരുന്ന രീതിയിലും, അതേപോലെ ഭക്തിയുത സേവനത്തിനായിട്ട് നമ്മൾക്ക് ഈ എല്ലാ ഐശ്വര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായി? ഈസ് വെരി ഡിയർ ടു മീ. അപ്പോൾ പറയുന്നത് BRS. എന്താണ് BRS എന്ന് പറഞ്ഞാൽ? ഭക്തി രസാമൃത സിന്ധു അല്ലേ? ഭക്തി രസാമൃത സിന്ധു അല്ല. BRS പറഞ്ഞാൽ ആദ്യത്തെ B റെപ്രസെന്റ് ബെഗ് ഫോർ മേഴ്സി. ഭഗവാന്റെ കാരുണ്യത്തിന് നമ്മൾ യാചിക്കണം. ബെഗ് ഫോർ മേഴ്സി. ആർ ഫോർ റിപ്പൻറ്റൻസ്. നമ്മൾ റിപ്പൻറ്റ് ചെയ്യണം. ഒരുപാട് കുരുത്തക്കേടുകൾ നമ്മൾ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിലോ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് റിപ്പൻറ്റ് ചെയ്യണം, പശ്ചാത്തപിക്കണം. പശ്ചാത്താപം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? പല വിധത്തിലും ചെയ്യാൻ പറ്റും. ഇനി കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിപ്പൻറ്റ് ചെയ്തിട്ട് ഇനി അങ്ങനെ ചെയ്യില്ല, ഇനി ഭഗവാനെ സമർപ്പണം ചെയ്തിട്ട് നല്ല രീതിയിൽ ഞാൻ ജീവിക്കാം, അങ്ങനെ റിപ്പൻറ്റ് ചെയ്യണം. പിന്നെ ശരണാഗതി. യെസ്, നമ്മൾ ടോട്ടലായിട്ട് ഭഗവാനെ സറണ്ടർ ചെയ്യണം, ഷെൽട്ടർ എടുക്കണം. എന്നാണ് ശരണാഗതി? 6 limbs ഓഫ് ശരണാഗതി. ആർക്കറിയാം? ആർക്കും ഓർമ്മ? ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ലൈൻ കിട്ടണില്ലേ പ്രഭുജി? ഷഡ്വിധം ശരണാഗതി. ആനുകൂല്യസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം രക്ഷിഷേതതി വിശ്വാസോ ഗോതൃപ്തേ വർണ്ണനം തഥാ മരണം തഥാ വർണ്ണം തഥാ ആത്മനിക്ഷേപകാർപ്പണ്യം ഷഡ്വിധം ശരണാഗതി. അരിപോൽ. അപ്പോ ആനുകൂല്യസ്യ സങ്കല്പ, നമ്മൾ അതായത് കൃഷ്ണ കോൺഷ്യസ്നെസ് അനുകൂലമായിട്ടുള്ള എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിന് അൺഫേവറബിൾ ആയിട്ട് നമ്മൾ റിജക്ട് ചെയ്യണം. ആണ് പ്രതികൂല്യസ്യ വർജനം. ഇത് രണ്ടാണ് മെയിൻ. ആദ്യമായിട്ട് എന്തെല്ലാം ഫേവറബിൾ ആയിട്ടുണ്ടോ അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. കൃഷ്ണ കോൺഷ്യസ്നെസ്സിന് നമുക്ക് അൺഫേവറബിൾ അത്, പക്ഷെ നമുക്ക് മെറ്റീരിയലി അൺഫേവറബിൾ ആയിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ താല്പര്യം. ഓക്കെ, രാവിലെ അതായത് അനുകൂലമായിട്ട് രാവിലെ നമ്മൾ 4 മണിക്ക് എഴുന്നേൽക്കണം, കുളിച്ച് വൃത്തിയായിട്ട് നമ്മൾ ചാൻഡിങ് കാര്യങ്ങളും. അതാണ് അനുകൂലമായിട്ടുള്ള. പക്ഷേ നമുക്ക് എന്താ പ്രതികൂലമായിട്ടുള്ളതാണ്. നമുക്ക് 4 മണി നീക്കണ്ട, 8 മണിക്ക് നീച്ചാൽ മതി. അത് കൃഷ്ണവേണി പ്രതികൂലം. പക്ഷെ അതായത് എന്താ പ്രതികൂലമായിട്ടുള്ള അതാണ് നമുക്ക് ഭൗതിക തലത്തിൽ നമുക്ക് ആഗ്രഹം. കൂടുതൽ നല്ല തണുപ്പ് കാലത്താണെങ്കിൽ ബ്ലാങ്കറ്റ് മൂടിയിട്ട് സുഖമായിട്ട് 10 മണി വരെ കിടന്നുറങ്ങണം. വെള്ളിയും അല്ലെങ്കിൽ ശനി ഞായറൊക്കെ ആണെങ്കിൽ 12 മണി. അല്ലാത്ത ദിവസം ഓഫീസിൽ പോകണ്ടേ, അതുകൊണ്ട് ചിലപ്പോൾ 4 മണിക്ക് 5 മണിക്ക് 6 മണിക്ക് ഓരോരുത്തരുടെ സമയം അനുസരിച്ച്. അപ്പോൾ അത് അങ്ങനെ പോലെ നമ്മളുടെ താൽക്കാലികമായിട്ടുള്ള സുഖമല്ല അവിടെ നോക്കേണ്ടത്. കുറച്ചൊരു ചെറിയൊരു ഓസ്ട്രിച്ച് എടുക്കണം. അപ്പം അതുകൊണ്ട് ആനുകൂല്യസ്യ സങ്കല്പോ പ്രതികൂലസ്യ വർജനം രക്ഷസ്ഥിതി വിശ്വാസം. ഭഗവാൻ എല്ലാ സമയത്തും നമ്മളെ രക്ഷിക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ദൃഢവിശ്വാസം നമുക്ക് വേണം. ഗോപ്തൃത്വേ വരണം തഥ. ഭഗവാൻ എപ്പോഴും നമ്മളെ
മെയിൻറ്റെയിൻ ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. വേറെ ആരും നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാനുമില്ല, പ്രൊട്ടക്റ്റീവിന് ചെയ്യാനില്ല എന്ന് നമ്മൾ അടിയുറച്ച വിശ്വാസമാണ്. നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ ഭാര്യ എന്നെ സംരക്ഷിക്കും, എൻ്റെ ഭർത്താവ് സംരക്ഷിക്കും, മക്കള്, എൻ്റെ പണം, എൻ്റെ പേര്, എൻ്റെ പദവി, എൻ്റെ ആൾക്കാരെ, ഇവരെല്ലാം എന്നെ ഭഗവാനെ മറക്കും. ആക്ച്വലി നമ്മളെ സംരക്ഷിക്കുന്ന ആരാണ്? നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ഭഗവാൻ, അല്ലേ? ഭഗവാൻ അല്ലാതെ ഒരാളും അല്ല. മറ്റവരൊക്കെ ഇൻസ്ട്രുമെന്റ് ആണ്, നമുക്കറിയാം. നിമിത്ത മാത്രം ഭവസഭയെ സാക്ഷി എന്ന് പറയില്ലേ. അപ്പം ഗോപ്തൃത്വേ വരണം തഥ. പിന്നെന്താണ്? ആത്മനിക്ഷേപ. പൂർണ്ണമായിട്ടും ഭഗവാന് സറണ്ടർ ചെയ്യണം. കാർപ്പണ്യം പറഞ്ഞ ഹ്യൂമിലിറ്റി വേണം. നിറകുടം തുടുമ്പില്ല എന്ന് പറയുന്നില്ലേ. നമുക്ക് എത്ര കൂടുതൽ ഉണ്ടാവും, കൂടുതൽ നോളേജ് ഉണ്ടെങ്കിൽ, കൂടുതൽ അറിവുണ്ടെങ്കിൽ അത്രയും വിനയം വേണം. ഭൗതിക തലത്തിൽ നമുക്ക് അറിവ് കൂടുമ്പോൾ തലക്കരം കൂടുകയുള്ളൂ, അല്ലേ? ഭൗതിക തലത്തിൽ. പക്ഷെ ആത്മീയ തലത്തിൽ നമുക്ക് അറിവ് കൂടുമ്പോൾ നമ്മൾ അത്രയും ഹമ്പിളായിരിക്കും. ഭൗതിക തലത്തിൽ നമ്മളുടെ അറിവ് നമ്മളെ എന്താക്കും? അഹങ്കാരികളാക്കും. കാരണം കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റി. അവിടെ എന്താ? ഗ്രഡ്ജ് വന്നു, അസൂയ വന്നു, കുശുമ്പ് വന്നു, ശത്രുത വന്നു. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ താഴെ വിളിച്ച് നാം മീതെ കയറിയിരിക്കണം. അവിടെ നമ്മൾ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്ന എന്താണ്? കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റി. അത് സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. ബൈ ഹുക്ക് ഓർ ക്രൂക്ക് പുൾ ഹിം ഡൗൺ ആൻഡ് ഓക്യുപ്പൈ ദാറ്റ് പൊസിഷൻ. അതാണ് ഇന്നത്തെ എസ്പെഷ്യലി കലികാലത്തെ എല്ലാവരും. എത്ര തന്നെ വലിയ ആൾക്കാരെയും ശരി, എനിക്ക് ആ ഒരു പൊസിഷനിൽ എത്തണം, ആ ഒരു മാസ്റ്റർ ആവണം, ബോസ് ആവണം, അതാണ്. പക്ഷേ ആത്മീയ തലത്തിൽ നമുക്ക് ജ്ഞാനം കിട്ടുകയാണെങ്കിൽ എന്താ, അത്രയും നമ്മൾ ഹമ്പിളാവും, ഹ്യൂമിലിറ്റി. അപ്പൊ ഇതാണ് ഷഡ്വിധ ശരണാഗതി. 6 തലത്തിലുള്ള ടോട്ടൽ സറണ്ടർ. ഇതാണ് ബെഗ് ഫോർ മേഴ്സി, റിപ്പൻഡൻസ് ആൻഡ് യെസ് ഫോർ ശരണാഗതി. ഇതുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നന്നായിട്ട് ചാൻഡ് ചെയ്യാൻ പറ്റും. നാമജപം വളരെ നന്നായിട്ട് പ്യുവറായിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ നാമം ജപിക്കുന്നുണ്ടായിരിക്കും, അതിൻ്റെ ഗുണം കിട്ടും, ഇല്ല എന്ന് പറയില്ല. പക്ഷേ നമ്മളുടെ ഇമ്പ്രൂവ്മെന്റ് വളരെ സ്ലോ ആയിരിക്കും. ടോട്ടൽ ഈ ഒരു 6 പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി അത് പ്രകാരം നമ്മൾ നാമം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്യൂരിറ്റി ഉണ്ടായിരിക്കും. അതിൻ്റെ ഗുണം, അതിൻ്റെ റിസൾട്ട് എത്രയോ മടങ്ങായിരിക്കും. ഓക്കെ, സോ 5 പിഞ്ചിങ് പോയിന്റ്സ് എന്താണ്? പെന്നി, പൊസിഷൻ, പൊസഷൻസ്, പീപ്പിൾ ആൻഡ് പ്ലഷേഴ്സ്, അല്ലേ? പിന്നെ അതിനെ നമുക്ക് നല്ല രീതിയിൽ ഇത് പിഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ബെഗ് ഫോർ മേഴ്സി ഓഫ് സുപ്രീം ലോർഡ്. ഓക്കെ, റിപ്പൻറ്റ് ചെയ്യുക. നമ്മൾ ചെയ്ത ഒരുപാട് തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം, അതിനെ റിപ്പൻറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഇനി ചെയ്യാതിരിക്കുക. പിന്നെ എന്താണ്? എസ് ഫോർ ശരണാഗതി. ആ ഒരു മൂഡിൽ നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. നമുക്ക് നാമരുചി ഉണ്ടായിരിക്കും. നാമരുചി, വൈഷ്ണവ സേവ, ജീവദയ. ഈ 3 ആസ്പെക്ട്സുമാണ് ഒരു വ്യക്തിക്ക് നന്നായിട്ട് നാമം ജപിക്കാനുള്ള ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുന്നത്. ഇത് 3 വേണം: നാമരുചി, ജീവദയ, വൈഷ്ണവ സേവ. അപ്പൊ നമ്മളുടെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഹി ബൈ ഹൂം നോ വൺ ഈസ് പുട്ട് ഇൻ ടു ഡിഫിക്കൽട്ടി ആൻഡ് ഹൂ ഇസ് നോട്ട് ഡിസ്റ്റർബ്ഡ് ബൈ എനി വൺ, ഹൂ ഇസ് ഇക്വിപ്പോയ്സ് ഇൻ ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രെസ്, ഫിയർ ആൻഡ് ആങ്സൈറ്റി ഈസ് വെരി ഗുഡ്. ഭഗവാൻ ഓരോരോ ക്വാളിറ്റീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ 26 ക്വാളിറ്റീസ് എന്താ പല ശ്ലോകങ്ങളായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. തൻ്റെ ഭക്തന്മാരിൽ വേണ്ടുന്ന 26 ക്വാളിറ്റീസ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. So a few of a devotee's qualification are further being described. No one is put into difficulty, anxiety, fearfulness or dissatisfaction by such a devotee. അപ്പോൾ ഒരു വ്യക്തിക്കും നമ്മളെ ബുദ്ധിമുട്ടാക്കാനോ ആങ്സൈറ്റിയിലാക്കാനോ ഭയപ്പെടുത്താനോ തൃപ്തി ഇല്ലാതാക്കാനോ ഒരാൾക്കും കഴിയില്ല. ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം.
Since the devotee is kind to everyone, he does not act in such a way as to put others into. അതേപോലെ ആ ഒരു ഭക്തനും മറ്റുള്ളവരെ ഹാം ചെയ്യില്ല, മറ്റുള്ളവരെ വിഷമത്തിലാക്കില്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാക്കില്ല. At the same time, if others try to put a devotee into anxiety, he is not disturbed. മറ്റുള്ളവരെ എത്ര തന്നെ ശ്രമിച്ചാലും ശരി, നമ്മൾ ആ ഒരു ദുഃഖത്തിലോ ബുദ്ധിമുട്ടിലോ അകപ്പെടില്ല. അല്ലെ, അവർ എത്ര തന്നെ ഗാർബേജ് നമ്മുടെ ദേഹത്തേക്ക് ഇട്ടാലും ശരി, നമ്മളത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അതിന് നമുക്ക് ഒരു തരത്തിലും എഫക്റ്റ് ആവാൻ പാടില്ല. We should not be disturbed. It is by the grace of Lord that he is also practiced, that is not disturbed by any outward disturbance. ഒരു ഡിവോട്ടിക്ക് മാത്രമേ അങ്ങനെ ആ ഒരു തലത്തിലേക്ക്, അല്ലെങ്കിൽ ഗ്രോസ് ആയിട്ടോ സട്ടിലായിട്ടോ നമ്മളെ ബാധിക്കും. ചില ആൾക്കാർ പറയും, എന്നെയൊന്നും ബാധിക്കില്ല, എനിക്കതൊന്നും ഞാൻ ചെയ്ത് കൊടുക്കില്ല. പക്ഷെ ഇന്റേണലി അവർ ദുഃഖിക്കുന്നുണ്ടായിരിക്കും പുറത്ത്. പക്ഷെ ഗ്രോസ് ആയിട്ടും സട്ടിലായിട്ടും ആരെ ബാധിക്കില്ല? ഒരു ശുദ്ധ ഭക്തനെ ബാധിക്കില്ല. അവർ പറഞ്ഞോട്ടെ, അവരുടെ കർമ്മമാണ്, നമ്മളത് സ്വീകരിക്കുന്നില്ല, നമ്മളെ അത് അഡ്വേഴ്സറി എഫക്റ്റും ചെയ്യുന്നില്ല. ആ തലത്തിലേക്ക് ഒരു ശുദ്ധ ഭക്തന് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. So actually, because a devotee is always engrossed in Krishna consciousness and engaged in devoted service, such material circumstances cannot move him. ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മളെ അത് ബാധിക്കില്ല. അത് നമ്മളെ ഫിസിക്കലിയും ബാധിക്കില്ല, എമോഷണലിയും ബാധിക്കില്ല, മെന്റലിയും ബാധിക്കില്ല, സ്പിരിച്വലിയും ബാധിക്കില്ല. അപ്പൊ നമ്മളുടെ ആ ഒരു സറണ്ടറൻസ് അനുസരിക്കും. കാരണം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഭഗവാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട്, ഇതെല്ലാം ഭഗവാൻ അയക്കുന്നതാണ്. എന്തെങ്കിലും റിവേഴ്സൽ സംഭവിക്കുകയാണെങ്കിലും ഇതും ഭഗവാന്റെ മേഴ്സിയാണ്, നമ്മൾ സ്വീകരിക്കണം. സാധാരണ നല്ലത് വരുമ്പോൾ മാത്രമേ നമ്മൾ മേഴ്സി എടുക്കൂ, മറ്റത് അല്ല. രണ്ടും നമ്മൾക്ക് അത് വി ആർ ഡിസ്റ്റൈൻഡ് ടു ഗെറ്റ് ഇറ്റ്. നമ്മൾ അർഹതപ്പെട്ട ആൾക്കാരാണ് നമ്മൾ ചെയ്ത കർമ്മം. അതുകൊണ്ട് സ്വീകരിക്കുക, അതിന് കംപ്ലൈന്റ് പറയാതിരിക്കുക, അതിനെ നിരാകരിക്കാതിരിക്കാൻ നോക്കുക. Generally, a materialistic person becomes very happy when there is something for his sense gratification and his body, but when he sees that others have something for their sense gratification and they hasn't, he is sorry and envious. അപ്പൊ നമ്മൾ എന്താണ് കൂടുതൽ ദുഃഖിക്കുന്നത്? നമുക്ക് ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മളെക്കാട്ടിലും മറ്റുള്ളവർക്കുണ്ട്. അതാണ് നമ്മുടെ ദുഃഖം. നമുക്കുണ്ട്, അത്യാവശ്യം എല്ലാം വേണ്ടവരുണ്ട്, പക്ഷേ നമ്മളെക്കാട്ടിലും കൂടുതലായിട്ട് മറ്റുള്ളവർ കാണുമ്പോൾ അത് നമുക്ക് സഹിക്കുന്നില്ല. അപ്പൊ അവിടെ എന്തായി? ശത്രുത വന്നു, കുശുമ്പും കുനിഷ്ടും ഒക്കെ ഇതൊക്കെ വരും. അതാണ് ഇവിടെ പറയുന്നത്, he is sorry and envious. When he is expecting some retaliation from an enemy, he is in a state of fear. അപ്പൊ നമുക്ക് അവിടെ കോമ്പറ്റീഷൻ വരുന്നു, അവിടെ ഭയം വരുന്നു. കാണിച്ചാൽ എൻ്റെലും കൂടുതൽ കാണുന്നു, അല്ലെങ്കിൽ അവരേലും കൂടുതൽ കാണുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രു വരുമ്പോൾ പേടി, എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ സ്ട്രീറ്റിലൊക്കെ കിടക്കുന്ന ഭിക്ഷക്കാർ, വല്ല പേടിയുണ്ട് അവർക്ക്? ഒന്നുമില്ല, അവരേലും ഒന്നും കൊണ്ടുപോയില്ലെന്ന്, അവരേലും ഒന്നും നഷ്ടപ്പെടാനില്ല, ആരും തിരിഞ്ഞു നോക്കും കൂടിയില്ല. ഓ, ഏതെങ്കിലും തിണ്ണയിൽ കടന്ന് ഉറങ്ങുന്നതായിരിക്കും, ഷോപ്പിന്റെ കടയുടെ. ഒന്നുമില്ല, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, ആരും നോക്കൂല. അപ്പോൾ അതേപോലെ ആയിരിക്കണം ഒരു ഭക്തനും. ഒന്നിനും പേടിക്കല്ലേ, ഭഗവാനാണ് നമ്മളെ രക്ഷിക്കുന്നത്, നമ്മുടെ നിന്ന് ഒന്നും പോകാനില്ല. നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന് നമ്മളിൽ നിന്ന് എടുക്കാനും ഭഗവാൻ കഴിയും. And when he cannot successfully execute something, he becomes dejected. Devotee who is always transcendental to all these disturbances is very good. Okay? അപ്പൊ ഇതൊന്നും അപ്പുറത്തായിരിക്കണം, ഇതിന്റെ മുകളിലായിരിക്കണം ഒരു ഡിവോട്ടി. അങ്ങനത്തെ ഡിവോട്ടിക്ക് മാത്രമേ ഇങ്ങനത്തെ ഇതൊന്നും ഡിസ്റ്റർബ് ഇല്ല, തൻ്റെ മനസ്സിനെയോ ഒന്നിനും ഡിസ്റ്റർബ് ഇല്ല. ഇതാണ് ഭഗവാൻ പറയുന്നത്, is very such a devotee is very dear to me. Okay, ഹരേ കൃഷ്ണ. എന്തെങ്കിലും പോയിന്റ്സ് ഇതില്? ഞങ്ങൾ അടുത്ത ശ്ലോകം ടെക്സ്റ്റ് 16.
അനാപേക്ഷാസു ദീർദക്ഷ ഉദാസീനോ ഗതവ്യതഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്താ സമേ പ്രിയഃ. അനാപേക്ഷാസു ദീർദക്ഷ ഉദാസീനോ ഗതവ്യതഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്താ സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. രൂപേശ്വരി മാതാജി ആൻഡ് പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അനപേക്ഷാ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യതഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്താ സമേ പ്രിയഃ. ഹരി ബോൾ. हरे कृष्ण। अनपेक्षा सुचिर्दाक्ष उदासीनो गताव्यतः सर्वारंभ परित्यागी यो मद्भक्ता समे प्रियः. हरे कृष्ण प्रभु। പാർവതി മാതാജി. अनपेक्षा सुचिर्दक्षा उदासीनो गताव्यता सर्वारंभ परित्यागी यो मद्भक्ता समे प्रियः. ഹരി ബോൾ. അർച്ചന മാതാജി. हरे कृष्ण. अनापेक्षा शुचिर्दक्षा उदासीनो गताव्रता सर्वारंभ परित्यागी यो मद्भक्ता समे प्रियः. ഹരി ബോൾ. സിമി മാതാജി. अनपेक्षा सुचिर्दक्षा उदासीनो गताव्यतः सर्वारम्भ परित्यागी यो मद्भक्ता समे प्रियः. ട്രാൻസ്ലേഷൻ മാതാജി മലയാളത്തില്. ഹരേ കൃഷ്ണ. സാധാരണ കർമ്മക്രമങ്ങളെ ഒന്നിനെയും ആശ്രയിക്കാത്തവനും വിശുദ്ധനും നിപുണനും ഉത്കണ്ഠ വ്യത എന്നിവയില്ലാത്തവനും ഫലമുദ്ദേശിച്ച് പ്രവർത്തിക്കാത്തവനുമായ എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഹരേ കൃഷ്ണ. എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് ഭഗവാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഒരു ശുദ്ധ ഭക്തനാണ് അല്ലേ? വീണ്ടും പറയുന്നു, എ ഡിവോട്ടി ഹു ഇസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസ്. അത് നമ്മുടെ കർമ്മത്തിന്റെ അനുസരിച്ച് വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അത് മഴക്കാലത്ത് മഴ വന്നു വരും, ചൂടുകാലത്ത് ചൂടുണ്ടായിരിക്കും അല്ലേ, തണുപ്പ് കാലത്ത് തണുപ്പ്. അപ്പോൾ അതിനെ നമ്മൾ ആശ്രയിക്കാൻ പാടില്ല ടോട്ടലി. അതതിൻ്റെ കാലം, പ്രകൃതി അതിൻ്റെ ആ ഒരു കോഴ്സ് ഓഫ് ടൈമിൽ ഓരോന്നും വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ അതിനെ ആശ്രയിക്കാൻ പാടില്ല. ആരെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്? ഭഗവാൻ. ഭഗവാൻ എന്താണോ നമുക്ക് തരുന്നത് അത് നമ്മൾ വിധിക്കപ്പെട്ടതാണ്, സ്വീകരിക്കുക. അപ്പോൾ ഈ ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഹു ഇസ് പ്യുവർ, ഏത് ഒരു ഭക്തനാണോ ഏതൊരു ഡിവോട്ടിയാണോ പ്യുവർ ആയിട്ടുള്ള ശുദ്ധം. എന്താണ് പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തിൻ്റെ പ്യൂരിറ്റിയാണ്? ഇന്റേണൽ പ്യൂരിറ്റിയാണ്. എക്സ്റ്റേണൽ ഈസ് അത്ര വലിയ കാര്യമില്ല. എക്സ്റ്റേണൽ വേണം, പക്ഷെ കൂടുതൽ ഇവിടെ പ്യൂരിറ്റി ഇന്റേണൽ പ്യൂരിറ്റി. നമുക്ക് ഒരാളോട് ഒരു ശത്രുത, ഒരു അസൂയ, എല്ലാവരും ഒരേപോലെ കാണണം, ഈക്വൽസ് ആയിരിക്കണം. നമ്മൾ കാസ്റ്റ് ബേസ്ഡോ റിലിജൻ ബേസ്ഡോ ജെൻഡർ ബേസ്ഡോ ഡിസ്ക്രിമിനേഷൻ പാടില്ല. എല്ലാം ഭഗവാന്റെ മക്കളാണ്, ഭഗവാന്റെ സന്താനങ്ങളാണെന്നുള്ള ഒരു ഓർമ്മ ആണ്. ഓക്കെ. പണ്ഡിതനാവണം. വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി അസ്യനി സുനി ചൈവ സ്വപാക്കേച്ച പണ്ഡിത സമദർശനം. എല്ലാവരും ഈക്വലായിട്ട് കാണാൻ ഉള്ള ഒരു മനോഭാവമാണ്. ഈക്വലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരും ഈക്വലായിട്ട് കണ്ടാലും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ട്രീറ്റ്മെന്റ് ഷുഡ് ബി സ്യൂട്ടബിൾ. ട്രീറ്റ്മെന്റ് കനോട്ട് ബി ഈക്വൽ അല്ലേ? ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരെയും ഒരേപോലെ കാണാം, എല്ലാം ഭഗവാന്റെ മക്കളാണ്. പക്ഷെ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ടി വരും. ആരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നമ്മൾ വിവേക ബുദ്ധി ഉപയോഗിച്ചിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഭഗവാന്റെ പരമാത്മാവ് സിംഹത്തിലുണ്ട്, നമ്മളിലുണ്ട്. നമ്മളൊരു മനുഷ്യനെ ചെന്ന് ആലിംഗനം ചെയ്യും, സിംഹത്തിന് ആലിംഗനം ചെയ്യാൻ പറ്റുമോ? അപ്പൊ അവിടെ നമുക്കൊരു മന്ത്രം കേൾക്കാം, മഹാപ്രസാദേ ഗോവിന്ദേ. അപ്പൊ അതുകൊണ്ട് ഈക്വൽ വിഷൻ ആണെങ്കിലും ഈക്വൽ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സ്യൂട്ടബിൾ ട്രീറ്റ്മെന്റ്.
അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ കാണുന്നു. സിംഹത്തിനെയും മനുഷ്യനെയും ആനയും ഓക്കെ ചണ്ടാലിനെയും ഒരേപോലെ കാണുന്നു എന്ന് അർത്ഥം വെച്ചാൽ എല്ലാവരും ഒരേപോലെ ഭഗവാന്റെ സന്താനങ്ങളായിട്ട്, ഭഗവാന്റെ അംശങ്ങളായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേപോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അച്ഛൻ പറയാ എൻ്റെ എനിക്ക് 5 മക്കളുണ്ട്, 5 മക്കളെ ഞാൻ ഒരേപോലെ കാണുന്നു. 20 വയസ്സായ ഒരു കുട്ടിയുണ്ട്, 5 വയസ്സായ ഒരു കുട്ടിയുണ്ട്. 20 വയസ്സായ കുട്ടിക്ക് ഞാൻ 5 ചപ്പാത്തി കൊടുക്കും, 5 വയസ്സായ കുട്ടിക്കും 5 ചപ്പാത്തി, 1 വയസ്സായ കുട്ടിക്ക് 5 ചപ്പാത്തി. എല്ലാവരും ഒരേപോലെ ഞാൻ ട്രീറ്റ് ചെയ്യും. അത് നടക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇന്റേണൽ പ്യൂരിറ്റി, ഇന്റേണൽ പ്യൂരിറ്റിയാണ് വേണ്ടത്. എല്ലാവരും ഒരേപോലെ കാണും. പക്ഷേ എഗെയിൻ ആ കാണുന്നതിന് നമ്മൾ ബുദ്ധി വയ്ക്കണം. എങ്ങനെ അതിന് അവരുടെ ട്രീറ്റ്മെന്റ് ഇസ് ഡിഫറെൻറ്റ്. സീയിങ് ഇസ് വൺ തിങ്, ട്രീറ്റിംഗ് ഇസ് ഡിഫറെൻറ്റ് തിങ്. പിന്നെ എല്ലാവർക്കും ഭഗവാന്റെ മക്കളാണ്, ഭഗവാന്റെ അടുത്തേക്ക് പോകേണ്ട ആഗ്രഹം. അതിന് നമ്മളൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആവാൻ പാടില്ല, ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ഒരാളെ സഹായിച്ചിട്ടില്ലെങ്കിലും നമ്മളെ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മളുടെ ഒരു മനുഷ്യ ജന്മം കിട്ടിയതുകൊണ്ട് നമുക്ക് ചില റെസ്പോൺസിബിലിറ്റികളുണ്ട്, ചില അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നമ്മൾ കാരണം വേറൊരു വ്യക്തി ഒരു ഡിവോഷണൽ ലൈനിൽ, അതായത് പ്രോഗ്രസ് ആവാൻ നോക്കണം മാക്സിമം. ഇനി അതില്ലെങ്കിലും നമ്മൾ കാരണം അവർ ഡിവോഷണൽ ആക്ടിവിറ്റീസിൽ താഴെ വരാൻ പാടില്ല. ദാറ്റ് ഈസ് വയലൻസ്. ഇപ്പൊ വയലൻസ് പറഞ്ഞാൽ ഹിംസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഫിസിക്കലി എന്തെങ്കിലും ഇതുണ്ടാക്കുക എന്നല്ല. ഈവൻ നമ്മൾ കാരണം ഒരു വ്യക്തി ഡിവോഷണൽ ആക്ടിവിറ്റി നിന്ന് താഴെ വരുന്ന ഇറ്റ്സ് എ വയലൻസ്. വയലൻസ് ടു ദ സോൾ. മറ്റേത് ബോഡിയാണ്, വയലൻസ് ടു ദ ബോഡി. ഇപ്പൊ ഞാൻ കാരണം ഏതെങ്കിലും വ്യക്തിക്ക് ഒരു ഭഗവാനോടുണ്ടായിരുന്നുള്ള വിശ്വാസം കുറഞ്ഞു വിചാരിക്കുക. എനിക്ക് ഭഗവാനോട് വിശ്വാസമുണ്ട്. ഒരാളോട് ഞാൻ സംസാരിച്ചു, ഭഗവാനൊന്നും ഇല്ല, അതൊക്കെ നിങ്ങൾ മിഥ്യയാണ്, നിങ്ങളുടെ അന്ധവിശ്വാസമാണ്, നിങ്ങളുടെ ഓരോന്ന്, അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് വെച്ചാൽ ഞാൻ പിന്നെ ഭഗവാനെ സേവിക്കുന്നതും ഭഗവാനെ ഭക്തി ചെയ്യുന്നതും നിർത്തിയിട്ടുണ്ടെങ്കിൽ ഹി ഈസ് ഡൂയിങ് വയലൻസ് ടു മീ. ഹിംസ ചെയ്യാണ് എന്നോട്. അത് ഫിസിക്കൽ വയലൻസിനെക്കാളും കൂടുതൽ ക്രൂവലാണത്. അപ്പോൾ അത്രയും ഞാൻ പിന്നോട്ട് പോവാണ് ഭഗവാനിൽ നിന്ന്. ഫിസിക്കലി നമ്മൾ ഒരു പ്രാവശ്യമാണ് അത് ചെയ്യുന്നുള്ളൂ അല്ലേ. ഇത് നമ്മളെ പിന്നോക്കം കൊണ്ടുപോകാം. വിഷയ ഞാൻ എപ്പോഴും പറയാറാണ്, വിഷം എന്ന് പറഞ്ഞാൽ പോയ്സൺ. അത് നമ്മളെ ഒരു പ്രാവശ്യമേ കൊല്ലുള്ളൂ. വിഷയം നമ്മളെ ഇഞ്ചിഞ്ചായി നിമിഷം കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എന്ന് പറയും കാരണം വിഷം ഇറ്റ്സ് പോയ്സൺ അല്ലേ. ദാറ്റ് വിൽ കിൽ അവർ ബോഡി വൺസ്. ബട്ട് നമ്മൾ ഈ വിഷയത്തിൽ എൻഗേജ് ചെയ്യുമ്പോൾ ഇഞ്ചിഞ്ചായിട്ട് ഓരോ നിമിഷം നമ്മളെ കൊന്നുകൊണ്ടിരിക്കുന്നു. സോ വിച്ച് ഈസ് മോർ ഡേഞ്ചറസ്? വിഷയം. എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ? ഇന്ദ്രിയങ്ങള്, അതിനോടുള്ള. ഓക്കെ, അതിൽ അകപ്പെട്ടു പോയാൽ നമ്മൾ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ ആത്മീയ പാതയിൽ നിന്ന് പിന്നിലോട്ട് കൊണ്ടുപോകണം ചെയ്യുന്നത്. കാരണം ടോട്ടലായിട്ട് നമ്മൾ ഒരു ഭൗതികവാദിയായി കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം നമ്മൾ എടുക്കണം ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വിഷയ ഈസ് മോർ ഡേഞ്ചറസ് ദാൻ വിഷ. ഒരു 1 ആൽഫബറ്റിന്റെ വ്യത്യാസമുള്ളൂ. മുരാരി ഗുപ്ത അല്ല, മുകുന്ദ ദത്ത എന്നാണ്. യെസ്, ഐ തിങ്ക് മുകുന്ദ ദത്ത അല്ലേ. മുകുന്ദ ദത്തയ്ക്ക് മിഞ്ഞാന്ന് എപ്പോഴും നമ്മൾ സംസാരിക്കേണ്ടായി. എപ്പോഴും ഏത് ഇതിൽ പോയാലും അദ്ദേഹത്തിന് എന്താണ്, അതിനൊന്നും ഒബ്ജക്റ്റ് ചെയ്യില്ല. മായാവാദ ഫിലോസഫി പറഞ്ഞാലും മുണ്ടാണ്ട് വരും, അതിനെ എതിർക്കില്ല. അപ്പം ചൈതന്യ മഹാപ്രഭു ഉണ്ടായിരുന്നു. അപ്പോൾ മുകുന്ദത്ത എല്ലാവരും പ്ലീസ് ചെയ്യുക, എല്ലാവരുടെയും ബുക്കിൽ അദ്ദേഹത്തിന് നല്ല സ്ഥാനം കിട്ടണം. ഐ മീൻ ഈസ് ഗുഡ് ബുക്സ്. അതുകൊണ്ട് ഒന്നും എതിർത്ത് പറയില്ല, അതും കേൾക്കും കേൾക്കും. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ അറിയാം. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു മാതാജി മുകുന്ദ ദത്തല്ലേ അത്? അതെ മുകുന്ദദത്ത എനിക്ക് ഓർമ്മ. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു ഹി വിൽ ടേക്ക് മില്യൺസ് ഓഫ് ബർത്ത്
ബിഫോർ ഹി ഗെറ്റ്സ് ലിബറേഷൻ. അപ്പൊ മുകുന്ദദത്തയ്ക്ക് അയ്യോ, എനിക്ക് മില്യൺസ് ഓഫ് ഡെത്ത് ശേഷം എനിക്ക് ഭഗവാന്റെ ധാമിലേക്ക് പോകാൻ പറ്റുമോ? വളരെ സന്തോഷം. ഈ ന്യൂസ് പറഞ്ഞപ്പോ, ചൈതന്യ മഹാപ്രഭു പറഞ്ഞപ്പോ അദ്ദേഹം തുള്ളിച്ചാടാണ് ചെയ്യുന്നത്. ഇത്രയും മില്യൺ ബർത്തിന് ശേഷം എനിക്ക് മുക്തി കിട്ടുമോ? ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഈ വിവരം കേട്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഓരോരുത്തരും പറഞ്ഞു ഈ ജന്മത്തിന് നിങ്ങൾക്ക് മുക്തി കിട്ടും, ഭഗവത്നാമിനും മറ്റും. പക്ഷെ മുകുന്ദത്തേക്ക് ഇത്ര പറഞ്ഞപ്പോൾ അദ്ദേഹം ആനന്ദിക്കും. ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ചൈതന്യ പേടിക്കേണ്ട, അവൻ ഈ ജന്മത്തിന് കിട്ടും. അതായത് ആ അടിയുറച്ച വിശ്വാസം ഭഗവാനിലെ, ഭഗവാന്റെ പ്രൊട്ടക്ഷനിലെ രക്ഷസ്ഥിതി വിശ്വാസം. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ഇല്ല, ഈ ജന്മത്തിന് കിട്ടുമെന്ന്. അപ്പൊ അതേപോലെയാണ് നമുക്ക് ആ ഒരു പ്യൂരിറ്റി വേണം. പിന്നെ എന്താ പറയുക, എക്സ്പേർട്ട്. എന്തിനാണ് എക്സ്പേർട്ട്? ഭൗതിക കാര്യങ്ങളിലല്ല, ഡിവോഷണൽ ആക്ടിവിറ്റീസിൽ. ആൻഡ് വിത്തൗട്ട് കെയർസ്, ഫ്രീ ഫ്രം ഓൾ പെയിൻസ്. അതായത് നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആ സിറ്റുവേഷൻ നമ്മളെ ഒരു വിധത്തിലും റിവേഴ്സലായിട്ട് ഉള്ള ഒരു കാര്യങ്ങളും നമ്മളെ അഡ്വേഴ്സിൽ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഫ്രീ ഫ്രം ഓൾ പെയിൻസ്. ഫിസിക്കൽ അല്ല പറയുന്നത്, മെന്റൽ പെയിൻ എന്തായാലും ഇൻവെറ്റബിൾ ആണ്. സഫറിങ് ഈസ് ഓപ്ഷണൽ. അപ്പോൾ ഫിസിക്കലായിട്ട് നമ്മൾ എന്തെങ്കിലും, എന്നെ ഇപ്പോൾ ഒരാളെ അടിച്ചാൽ എനിക്ക് പെയിൻ ഉണ്ടായിരിക്കും, അത് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇറ്റ്സ് നോട്ട് എഫക്റ്റ് മൈ ഡിവോഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് നോട്ട് സ്ട്രൈവിങ് ഫോർ സം റിസൾട്ട്. ഫലം വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഭൗതിക തലത്തിലല്ല, ആത്മീയ തലത്തിൽ. നമ്മൾ ഓഫീസിൽ പോയിട്ട് ഞാൻ പറയാം, ഞാൻ സാലറി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഓക്കെ, ഞാൻ വന്ന്, അതല്ല ഇവിടെ അതിൻ്റെ അർത്ഥം. അതവിടെ എണ്ണി നോക്കിയിട്ട് മേടിക്കണം നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ. സ്ട്രൈവിങ് ഫോർ സം റിസൾട്ട്. ഭഗവാനോട് നമ്മൾ കണക്കും കച്ചവടം ചെയ്യാൻ പാടില്ല. ഞാൻ 10 രൂപ ഉണ്ടിയിലിടുന്നുണ്ട്, എനിക്ക് 1 കോടി ലോട്ടറി കിട്ടണം, ഈ ബാർഗെയിൻ പാടില്ല. ഈസ് വെരി ഡിയർ ടു മീ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് വെരി ഡിയർ ടു മീ എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നു. സോ മണി മേ ബി ഓഫേർഡ് ടു എ ഡിവോട്ടി, ബട്ട് ഹി ഷുഡ് നോട്ട് സ്ട്രഗിൾ ടു അക്വയർ ഇറ്റ്. അതിന് വേണ്ട, അതായത് പ്രയാസിലെ അത്യാഹാര പ്രയാസ ഓവരുണ്ടവർ പാടില്ല. ഇറ്റ് ഷുഡ് കം ഓൺ ഇറ്റ്സ് ഓൺ അക്കോർഡ്. എതിർച്ചയാ ലാഭസന്തുഷ്ടോ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇറ്റ് ഷുഡ് കം ഓൺ ഇറ്റ്സ് ഓൺ അക്കോർഡ്. നമ്മൾ അതിൻ്റെ പിന്നാലെ പാടും. നമുക്കായിട്ട് തന്നെ പണം നമ്മുടെ പിന്നാലെ വരും, തേടി വരും. നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഡിവോട്ട് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യില്ല. വന്നാൽ ഓക്കെ, വന്നില്ലെങ്കിൽ ഓക്കെ. വന്നാൽ അത് ഭക്തി സേവനത്തിന് ഉപയോഗിക്കും, അവനവൻ്റെ മെയിൻ്റനൻസിന് ഉപയോഗിച്ച് എല്ലാം, ബാക്കിയുള്ളതെല്ലാം ഒരു ഡിവോട്ടി ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കും. സോ ഇഫ് ഓട്ടോമാറ്റിക്കലി ബൈ ദ ഗ്രേസ് ഓഫ് സുപ്രീം മണി കംസ് ടു ഹിം, ഹി ഈസ് നോട്ട് എജിറ്റേറ്റഡ്. അപ്പോൾ എത്ര കൂടുതൽ വന്നാലും ശരി, അദ്ദേഹത്തിന് യാതൊരു അയ്യോ ഞാൻ വലിയ പണക്കാരനായി, അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാം ഭഗവാൻ തരുന്നു, ഭഗവാൻ എടുക്കുന്നു. ഭഗവാൻ എന്നിലുണ്ടെങ്കിൽ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുന്നു, ഇല്ലെങ്കിൽ അതേപോലെ. അപ്പോൾ ഈസ് നോട്ട് എജിറ്റേറ്റഡ്. നാച്ചുറലി എ ഡിവോട്ടി ടേക്സ് എ ബാത്ത് അറ്റ്ലീസ്റ്റ് ട്വൈസ് ഇൻ എ ഡേ ആൻഡ് റൈസസ് ഏർലി ഇൻ ദ മോർണിംഗ് ഫോർ ഡിവോട്ടി സർവീസ്. അതൊരു എക്സ്റ്റേണൽ പ്യൂരിറ്റിയാണ്. ഡിവോട്ടി സമയത്തോളം രാവിലെ നേരത്തെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ഡിവോഷണൽ ആക്ടിവിറ്റീസ്, സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ അദ്ദേഹം എൻഗേജ് ചെയ്യുന്നു. Thus, he is naturally clean both inwardly and outwardly. Purity externally and internally. രണ്ടുണ്ടായിരിക്കും. A devotee is always expert because he fully knows the essence of all activities of life and is convinced of the authoritative scriptures. Expert in scriptures, okay, in do's and don'ts, rules and regulations, prescriptions and prohibitions, എല്ലാം എക്സ്പെർട്ട് ആയിരിക്കും ഡിവോട്ടി. കാണിച്ചാൽ his foundation is on ശാസ്ത്ര. ആ നോളജാണ് അദ്ദേഹത്തിന് എന്ത് ശരി എന്ത് തെറ്റ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്. A devotee is always expert because he fully knows the sense of all activities of life and he is convinced of the authoritative scriptures, revealed scriptures, authoritative scriptures. ഇതിന് നല്ല എക്സ്പേർട്ട് ആയിരിക്കണം ഒരു ഡിവോട്ടി. A devotee never takes the part of a particular party, therefore he is carefree. Okay, ഞാൻ ഈ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു, ആ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഒരാളുടെയും
ഒരു പ്രത്യേക ഒരു മമതയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക എനിമിറ്റി ഒന്നും അവന് വിളിച്ചു വരുത്തില്ല. ഈസ് ന്യൂട്രൽ. എല്ലാവരെയും പ്രീതിപ്പെടുത്തും, എല്ലാവരെയും. അതൊരു ഡ്യൂപ്ലിസിറ്റി അല്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു ഡിവോട്ടഡ് ക്വാളിറ്റിയാണത്. ദാറ്റ്സ് വൈ ഈസ് കെയർ ഫ്രീ. ഈസ് നെവർ പെയിൻഡ് ബിക്കോസ് ഈസ് ഫ്രീ ഫ്രം ഓൾ ഡെസിഗ്നേഷൻ. ഉപാധികളൊന്നുമില്ല. നമുക്ക് ഉപാധികളുണ്ട്. എന്താണ് ആ ഉപാധികൾക്ക് എന്തെങ്കിലും കോട്ടം വന്നാൽ അപ്പോൾ നമുക്ക് അത് നമ്മളുടെ ഇതിനെ ബാധിക്കും, അല്ലേ? സോ he knows that his body is a designation. So if there are some bodily pains, he is free. ഇതൊക്കെ നമ്മളെ ശരീരത്തിന് ബാധിക്കും. ഈ ശരീരം ഒരു ഡെസിഗ്നേഷനാണ്. ശരീരത്തിനും ഉപാധികളുണ്ട്. ഞാൻ ഇന്ത്യനാണ്, ഞാൻ അമേരിക്കനാണ്, ഞാൻ റിച്ച് ആണ്, ഞാൻ പുവർ ആണ്, ഞാൻ ഹാൻസം ആണ്, ബ്യൂട്ടിഫുൾ ആണ്, അഗ്ലി ആണ്. ഇതെല്ലാം ഉപാധികളാണ്. അപ്പൊ ഇതൊന്നെല്ലാം മുക്തരായിരിക്കണം ഒരു ഡിവോട്ടി. അതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. These are all externals. So the pure devotee does not endeavor for anything which is against the principle of devoted service. So എല്ലാം high expectations ആണ് ഭഗവാൻ devotees. High qualities. For example, constructing a big building requires great energy, and a devotee does not take such business if it does not benefit him by advancing his devoted service. ഓക്കെ, ഇവിടെ ഒരു ഉദാഹരണത്തിന് വരുന്ന നല്ലൊരു വലിയൊരു ബിൽഡിങ് ഉണ്ടാക്കണമെങ്കിൽ നല്ല സമ്പത്തും ശക്തിയും ഇതൊക്കെ വേണം. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു കാര്യം ചെയ്യില്ല. അത് നമ്മളുടെ ഡിവോഷണൽ ആക്ടിവിറ്റീസ് ഫേവറബിൾ അല്ലെങ്കിൽ, ഫേവറബിൾ ആണെങ്കിൽ യു വിൽ ടേക്ക് ഓൾ ദ ആങ്സൈറ്റി. Prabhupada used to take a lot of anxiety sometimes, being a pure devotee. He takes anxiety not for himself, he takes anxiety for Krishna. That is okay, that is agreeable. Okay, നമ്മൾ ആങ്സൈറ്റി നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഇന്ദ്രിയഭോഗത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പേരും പ്രശസ്തിക്ക് എന്ത് പറ്റും, എൻ്റെ ധനത്തിന് എന്ത് പറ്റും, എൻ്റെ റിലേഷൻഷിപ്പിന് എന്ത് പറ്റും, എൻ്റെ പൊസഷന്, നമ്മളുടെ ആങ്സൈറ്റി അതിനാണ്. പക്ഷെ ശുദ്ധഭക്തൻ എന്താണ്? അയ്യോ, ഭഗവാന്റെ സേവനത്തിന് ആങ്സൈറ്റി എടുക്കും. ഓക്കെ, ഈവൻ പ്രഭുപാദ ഫോട്ട് ലീഗൽ കേസസ്, ലിറ്റിഗേഷൻസ് ഉണ്ടായിരുന്നു, നോട്ട് ഫോർ ഹിംസെൽഫ്, ടു പ്രൊട്ടക്ട് ലോർഡ്സ് പ്രോപ്പർട്ടി. ഭഗവാന്റെ ടെമ്പിൾസിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഭക്തന്മാരെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ആങ്സൈറ്റി എടുത്തത്. അല്ലേ? സോ ആങ്സൈറ്റി ഈസ് ഓക്കെ ആസ് ഫാർ ആസ് ഇറ്റ് ഈസ് ഫോർ ഡിവോഷണൽ ആക്ടിവിറ്റി. He may construct a temple for the Lord, and for that he may take all kinds of anxiety. Again, see, Prabhupada പറയുന്നുണ്ട്, he may construct a temple for the Lord, and for that he may take all kinds of anxiety, but he does not construct a big house for his personal relation. ഭഗവാന്റെ ഡിവോഷണൽ സർവീസിന് വേണ്ടിയിട്ട് ടെമ്പിൾ ഉണ്ടാക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ആങ്സൈറ്റി എടുക്കും. അത് പ്രശ്നമില്ല, ആങ്സൈറ്റി പ്രശ്നമില്ല. പക്ഷെ തൻ്റെ പേഴ്സണൽ ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട് ഒരു കൊട്ടാരം പണിയാൻ അദ്ദേഹം അതിന് തയ്യാറാവില്ല. ആങ്സൈറ്റി എടുക്കാനും ഒരു ഡിവോട്ടി തയ്യാറാവില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ഭക്തൻ എനിക്ക് വളരെ ഡിയർ ആണ് എന്ന് പറയുന്നത്, അല്ലേ? സച്ച് എ ഡിവോട്ടി ഈസ് വെരി ഡിയർ ടു മീ, ഈസ് വെരി ഡിയർ. ലാസ്റ്റില് ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാ ക്വാളിറ്റീസും പറഞ്ഞിട്ട് ഏത് ഡിവോട്ടിയാണ് അവിടെ ഭഗവാൻ പറയുന്നത്. ഇപ്പൊ ഇതൊക്കെ എന്താണ്? ഈസ് വെരി ഡിയർ ടു മീ, അല്ലേ? ലാസ്റ്റിലത്തെ അതില് ക്വാളിറ്റീസ് പറയുന്ന ഈസ് വെരി വെരി ഡിയർ ടു മീ. എനിക്ക് അത് എത്രാമത്തെ 12 ശ്ലോകം കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. 20 ആകെ 20 ശ്ലോകമേ ഉള്ളൂ. 19ാമത്തെ ശ്ലോകമാണ് തോന്നുന്നത്, അല്ലേ? അല്ല, 20ാമത്തെ ശ്ലോകം. അതീവമേ പ്രിയ, അവിടെയാണ് വെരി വെരി ഡിയർ ടു മീ. നമ്മുടെ ഏതെല്ലാം നിർത്തിയത്? 17, അല്ലേ? ഏതാണ് നമ്മളിപ്പോ നിർത്തിയത്?
16. 16. 16 Prabhuji. അടുത്ത ക്ലാസ്സിൽ 17. ഓക്കെ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय। वो प्रेम Hari Hari. हरि हरि बोल, हरे कृष्ण।